ഞാൻ പ്രതിദാനം ചെയ്യുന്ന ഒരു സംഘടനയുടെ സ്റ്റേറ്റ് സെക്രട്ടറിമാരിൽ ഒരാളാണ് ഞാൻ. പക്ഷേ എനിക്ക് എൻ്റെ നീതിബോധം എന്നോട് പറയണത് ഇത്തരം കാര്യങ്ങളിലൊന്നും വക്കീലന്മാർ ഇടപെടേണ്ട കാര്യമില്ല. വക്കീലന്മാരിൽ പ്രോസിക്യൂട്ടേഴ്സ് ആവശ്യമില്ലാതെ പോലീസിനോട് ഇതുപോലെ തന്നെ കള്ളത്തരത്തിലുള്ള സാക്ഷികളെ കൊണ്ടുവന്ന് വയ്ക്കാൻ പോലീസ് ചില കേസുകളൊക്കെ സാക്ഷികളെ പ്ലേസ് ചെയ്യും ഈ പ്രോസിക്യൂട്ടറിന് ഉപദേശം വെച്ചിട്ട്. ആക്ച്വൽ സ്റ്റോറിയിൽ എന്താണോ സംഭവിച്ചത്, ആ നടന്ന കാര്യം അപ്പോൾ കിട്ടുന്ന ലഭ്യമായ സാക്ഷികളെയും വെച്ചുകൊണ്ടാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ ഒരു സാക്ഷിയുടെ കുറവുണ്ട്, ഇവിടെ സാക്ഷി നമുക്ക് പ്ലേസ് ചെയ്താലോ എന്ന് പറഞ്ഞാൽ ആ കേസ് പൊട്ടിപ്പോകുന്നത് അങ്ങനെയാണ്. അതുപോലെ തന്നെയാണ് ഇപ്പുറത്താണെങ്കിലും ഡിഫൻസിലും ചെയ്യുന്നത്. ഡിഫൻസിലെ വക്കീലിൻ്റെ ഉത്തരവാദിത്തം എന്താണോ അദ്ദേഹത്തിന് നിയമം അനുശാസിക്കുന്ന നീതി അത് വാങ്ങിച്ചു കൊടുക്കലാണ്. അതിന് പകരം അദ്ദേഹത്തെ സഹായിച്ചുകൊണ്ട് ക്രിമിനലിൻ്റെ കൂടെ ഭാഗഭാക്കാവാന്ന് പറഞ്ഞാൽ പിന്നെ വക്കീലാവുന്നതിൻ്റെ അൺബിക്കമിങ് ഓഫ് എ ലോയർ എന്നതാണത്, അൺബിക്കമിങ് ഓഫ് എൻ അഡ്വക്കേറ്റ്. അതിന് വേണ്ടിയിട്ട് സമരം ചെയ്യുന്നതിനൊപ്പം എനിക്ക് നിൽക്കാൻ സാധിക്കില്ല. ഇപ്പോൾ ഇരയായ നടിക്ക് വേണ്ടിയിട്ട് സർക്കാർ അഭിഭാഷകൻ മാത്രമേ ഉള്ളൂ, അല്ലാതെ അവരവരുടേതായിട്ടൊരു പ്രത്യേക വക്കീലിനെ അവർ ചുമതലപ്പെടുത്തിയിട്ടില്ല ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആണല്ലേ? പക്ഷേ ഭയങ്കര ലിമിറ്റേഷനാണ്. നമ്മുടെ ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയിൽ ഒരു പ്രോസിക്യൂട്ടറാണ് നമുക്ക് വേണ്ടിയുള്ളത്. ഇപ്പോൾ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ വെച്ചിരിക്കണു, മിടുക്കനായ ഒരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെയാണ് വെച്ചത് എന്നാണ് പറയുന്നത്. എനിക്ക് സംശയമുണ്ട് അതിലൊക്കെ, അതെൻ്റെ അഭിപ്രായമാണ്. അപ്പം പിന്നീട് വന്നിട്ടുള്ള മിടുക്കന്മാരായിട്ടുള്ള ആദ്യത്തെ ആൾ കഴിഞ്ഞു പോയി, പിന്നീട് വേറെ ആൾക്കാരെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ശരി, സമ്മതിച്ചു. ഒരു സർവൈവർക്ക് അല്ലെങ്കിൽ പ്രോസിക്യൂട്രിക്സ് എന്നാണ് യഥാർത്ഥ പേര്. എല്ലാവരും അതിജീവിത, സർവൈവർ, വിക്ടിം എന്നൊക്കെ പറയുന്നത് നിയമത്തിൻ്റെ ഭാഷയിലെത്തുമ്പോൾ ഷീസ് എ പ്രോസിക്യൂട്രിക്സ്. അവർക്ക് ഒരു വക്കീലിനെ കൗൺസിലിനെ വെക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട്. പക്ഷേ ആ കൗൺസിലിന് മിണ്ടണമെങ്കിൽ പ്രോസിക്യൂട്ടറിന് അനുവാദം വേണം എന്നുള്ള അവസ്ഥയാണ് ഇപ്പോഴത്തെ നീതിന്യായ വ്യവസ്ഥയിലുള്ള അവസ്ഥ, ക്രിമിനൽ ജൂറിസ്പ്രുഡൻസിൽ പറയുന്നത്. ഇവിടെയാണ് അപകടം. ജസ്റ്റിസ് മള്ളിമട്ട് കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ വളരെ ക്ലിയറാണ്. വിക്ടിം ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുന്ന ഒരു വലിയ ശാഖ ലോകം മുഴുവൻ വളർന്നു കഴിഞ്ഞിട്ടുണ്ട്. വിക്ടിമിന് കൃത്യമായി തന്നെ കൗൺസിലിനെ വെക്കാനും വിക്ടിമിന് എവിഡൻസുകൾ അഡ്യൂസ് ചെയ്ത് കൊടുക്കാനും വിക്ടിമിന് എൻ്റെ നേരെ നടന്ന ക്രൈമിൻ്റെ എല്ലാ സാഹചര്യങ്ങളും കോടതിയെ ബോധ്യപ്പെടുത്താനുള്ള ഒരു പാരലലായിട്ടുള്ള ഒരു സംവിധാനം പല രാജ്യങ്ങളും നടന്നു കഴിയുകയും അത് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത് മള്ളിമട്ട് കമ്മിറ്റിയുടെ റിപ്പോർട്ടിലൂടെയാണ്. പക്ഷേ അതിലേക്ക് നമ്മൾ ഇനിയും വളർന്നിട്ടില്ല. നമ്മളൊരു ചെറിയ വിക്ടിം കൗൺസിലിന് വെക്കാം, വിക്ടിമിന് കുറച്ച് കോമ്പൻസേഷൻ കൊടുക്കാം എന്ന ലെവൽ വരെ എത്തിയിട്ടുള്ളൂ. വിക്ടിം ജൂറിസ്പ്രുഡൻസിൻ്റെ ഒരു വളർച്ച, ക്രിമിനൽ ജൂറിസ്പ്രുഡൻസിനകത്ത് വിക്ടിം ജൂറിസ്പ്രുഡൻസിൻ്റെ ഒരു വളർച്ച അനിവാര്യമാണ്. അത് നീഡ് ഓഫ് ദ ടൈമും കൂടിയാണ്. കാരണം സ്റ്റേറ്റിന് എല്ലാ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് കൈയെഴുകുന്ന അവസ്ഥയിലേക്കാണ് സ്റ്റേറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസം സ്റ്റേറ്റിന് എല്ലാം ചെയ്യാൻ പറ്റുന്നില്ല, സ്റ്റേറ്റ് പ്രൈവറ്റൈസ് ചെയ്യുന്നു. ആരോഗ്യം പ്രൈവറ്റൈസ് ചെയ്യുന്നു, എല്ലാം പ്രൈവറ്റൈസ് ചെയ്യുന്നു. പക്ഷേ അതിൻ്റെ അർത്ഥം ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥ പ്രൈവറ്റൈസ് ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്.